നമസ്കാരം. ഇന്ന് ഞാൻ വളരെ സന്തോഷത്തോടു കൂടി പറയാൻ ആഗ്രഹിക്കുന്നത്, എന്നെ ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കിയത്, ഈ ലോകം വളരെ വിശാലമാണ്. അതുപോലെ അതിനേക്കാൾ വിശാലമായിട്ടുള്ള ഹൃദയം ഉള്ള മനസ്സുള്ള ഒത്തിരി പേര് ഇവിടെ ഉണ്ട് എന്നതിന് തെളിവാണ്. ഒരു സാധാരണ മനുഷ്യനായ എന്നെയെല്ലാം ആളുകൾ പ്രൊമോട്ട് ചെയ്യുന്നു, സപ്പോർട്ട് ചെയ്യുന്നു, പിന്തുണയ്ക്കുന്നു, പ്രോത്സാഹിപ്പിക്കുന്നു. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, നമ്മൾ കരുതുന്ന പോലെയല്ല ലോകം. വളരെ വിശാല ഹൃദയരായിട്ടുള്ള ഒത്തിരി പേരുകൾ തിങ്ങിപ്പാർക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള ലോകമാണ് ഇവിടെ. അപ്പോൾ എനിക്കതിന് നന്ദി പറയണം എല്ലാവരോടും. കാരണം അതാണ് എൻ്റെ മനസ്സിൽ ഇപ്പോൾ തോന്നുന്നത്. കാരണം ഒരു സാധാരണ മനുഷ്യരായ എന്നെല്ലാം ഒത്തിരി പേരുകൾ സപ്പോർട്ട് ചെയ്യുന്നു, പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അവരോട് നമുക്ക് ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, ആ ഒരു നന്ദി അവരോട് പറയണം. അപ്പോൾ അത് മാത്രമാണ് ഇപ്പോൾ എനിക്ക് മനസ്സിൽ വരുന്നത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇപ്പം ഞാൻ എങ്ങനെയാണ് എൻ്റെ ഓരോ ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്നതിന് വേണ്ടി ഞാൻ എന്തെല്ലാം ചെയ്തു, ഞാൻ ഇപ്പോൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിനെക്കുറിച്ച് ചുരുങ്ങിയിട്ട് ഒന്ന് പറയാം. ഇപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായ ഒരു 2-3 ആഗ്രഹമാണ്. ഒന്ന് പാട്ട് പാടുക, പിന്നെ ഒന്ന് നൃത്തം ചെയ്യുക, പിന്നെ ഒന്ന് ഇംഗ്ലീഷ് സംസാരിക്കുക എന്നുള്ള 2-3 കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു മനസ്സിൽ. അത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നതാണ്. പക്ഷെ അന്നൊന്നും ഇങ്ങനെ പഠിക്കാനോ ഉള്ള സാഹചര്യങ്ങൾ കുടുംബത്തിലും നാട്ടിലും ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മളതൊക്കെ അവോയ്ഡ് ചെയ്തു. പിന്നെ അതിനു വേണ്ടി തിരഞ്ഞ് നടന്നില്ല. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ലല്ലോ. ഇപ്പോൾ സാഹചര്യങ്ങളെല്ലാം മാറി. ഇപ്പോൾ നമ്മൾക്ക് മൊബൈലിലൂടെ എല്ലാം കാണാം, പഠിക്കാം. നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളെല്ലാം നമുക്ക് സഫലീകരിക്കാൻ ഒരു മൊബൈൽ ഫോണിലൂടെ പഠിച്ചാൽ തന്നെ ഏകദേശം നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ കഴിയും. എങ്കിലും നമുക്ക് ഡയറക്റ്റ് ക്ലാസ്സിൽ ചേർന്നാലാണ് അതിൻ്റെ കൂടുതൽ നേട്ടങ്ങൾ കിട്ടുക. ഇപ്പോൾ ഒരു പാട്ട് പഠിക്കണം എന്ന് തോന്നുമ്പോൾ നമ്മൾക്കത് മൊബൈലിൽ നോക്കിയാൽ ചിലപ്പോൾ കറക്റ്റായിട്ട് പഠിക്കാൻ കഴിയുമെന്ന് വരില്ല. നമ്മൾ നേരെ മറിച്ച് ഒരു പാട്ട് ക്ലാസ്സിൽ ചേർന്ന്, ഒരു മ്യൂസിക് ക്ലാസ്സിൽ ചേർന്നിട്ട് ടീച്ചറിൽ നിന്ന് നേരിട്ട് പഠിക്കുന്നതായിരിക്കും വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു പഠന രീതിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഞാൻ പാട്ട് പാടണം എന്നുള്ള ആഗ്രഹം എൻ്റെ മനസ്സിൽ കൊണ്ടു നടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഇപ്പോൾ എനിക്ക് വയസ്സ് 50ആയി. ഇതുവരെ എനിക്ക് പാട്ട് പാടാൻ കഴിഞ്ഞിട്ടില്ല. 2 വരി പോലും എനിക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു മ്യൂസിക് ക്ലാസ്സിൽ ചേർന്ന് പഠിച്ചത് കൊണ്ടാണ് ഒരു 2 വരിയെങ്കിലും ആളുകളുടെ മുമ്പിൽ പാടാനുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായത്. അതിന് മുമ്പ് എനിക്ക് ആയിരക്കണക്കിന് പാട്ടുകൾ ഞാൻ കേട്ടിട്ടുണ്ട്. നൂറുകണക്കിന് സിനിമ കണ്ടിട്ടുണ്ട്, അതിൽ പാട്ട് കേൾക്കാറുണ്ട്. ചെറുപ്പം മുതലേ പാട്ടുകൾ കേട്ടിട്ട് ആണ് നമ്മൾ വളരുന്നത്. പക്ഷേ എങ്കിലും ഒരു 2 വരി പാട്ട് പാടണമെങ്കിൽ നമ്മൾ അതിൻ്റേതായ ശരിയായ രീതിയിൽ പഠിച്ചാൽ മാത്രമേ നമുക്ക് പാടാൻ കഴിയൂ എന്നുള്ളതാണ് എൻ്റെ അനുഭവം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആ പാട്ട് പാടാൻ വേണ്ടി ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അതിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നു, പാടുന്നു. പിന്നെ അതുപോലെ തന്നെയാണ് അടുത്തൊരാഗ്രഹമായിരുന്നു ഇംഗ്ലീഷ് സംസാരിക്കുക, ഇംഗ്ലീഷ് പുസ്തകങ്ങൾ വായിക്കുക എന്നുള്ള ആഗ്രഹം. അതിനുവേണ്ടി ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നിരന്തരമായിട്ടുള്ളൊരു പരിശീലനം. ഇപ്പോൾ 5 വർഷം അതിനുവേണ്ടി ശ്രമിച്ചു. ഇപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കുവാനും ഇംഗ്ലീഷ് പുസ്തകങ്ങൾ വായിക്കാനും പത്രം വായിക്കാനൊക്കെ കഴിയുന്നുണ്ട്. ഇപ്പോൾ ഒരു 5 വർഷം അതിനു വേണ്ടി ശ്രമിച്ചത് കൊണ്ടാണ്. അപ്പോൾ അതുപോലെ നമുക്കൊരു നൃത്തം ചെയ്യണമെങ്കിൽ നമ്മളൊരു നൃത്തം എവിടെ പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ അവിടെ പോയി ചേർന്ന് പഠിക്കണം. അല്ലെങ്കിൽ യൂട്യൂബിൽ ഡാൻസ് വീഡിയോകൾ ഒത്തിരി ഉണ്ട്. അതൊക്കെ കണ്ടിട്ട് പഠിച്ചിട്ട് നമ്മളതിന് അനുസരിച്ച് പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കൊരു നൃത്തം ചെയ്യാൻ കഴിയുള്ളൂ. ഒരു പാട്ട് കേൾക്കുമ്പോൾ അതിനുള്ള നൃത്ത ചുവടുകൾ, ആ സ്റ്റെപ്പൊക്കെ കറക്റ്റായിട്ട് വരണമെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഡാൻസ് ക്ലാസ്സിൽ ചേർന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സൗകര്യമായിരിക്കും. അതുപോലെ പാട്ട് പാടണം എന്നൊരാഗ്രഹമുണ്ടെങ്കിൽ പാട്ട് ക്ലാസ്സിൽ, മ്യൂസിക് ക്ലാസ്സിൽ പോയി ചേർന്ന് പഠിച്ചാലാണ് നമുക്ക് പാട്ട് പാടാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കണമെങ്കിൽ ഇംഗ്ലീഷ് അതിൻ്റേതായ രീതിയിൽ നമ്മൾ പഠിക്കണം. ഇംഗ്ലീഷ് സംസാരിച്ച് തന്നെ പരിശീലിക്കുന്ന ചില വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. അതിൽ ചേർന്നിട്ട് പഠിച്ചാലാണ് നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ആ ഒരു ആഗ്രഹങ്ങൾ നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് നമ്മൾക്ക് സഫലീകരിക്കാൻ കഴിയില്ല. സഫലീകരിക്കണമെങ്കിൽ നമ്മൾ അതിനു വേണ്ടി ശരിയായ രീതിയിൽ ശ്രമിക്കണം. ശരിയായ രീതിയിൽ ശ്രമിക്കുമ്പോഴേ നമ്മൾക്കതിൽ എത്തിച്ചേരാൻ കഴിയുള്ളൂ. ഇപ്പോൾ ഒരു പാട്ട് പാടണമെന്ന് മനസ്സിൽ ആഗ്രഹം വെച്ചുകൊണ്ട് നമ്മൾ കുറേ പാട്ട് കേട്ടത് കൊണ്ട് മാത്രം നമുക്ക് പാട്ട് പാടാൻ കഴിയില്ല. നമ്മൾ അടുത്തുള്ള ഒരു മ്യൂസിക് ക്ലാസ്സിൽ പോയി ചേരുക,
ഒരു ആഴ്ചയിൽ 1-2 മണിക്കൂർ അവിടെ നിന്ന് ടീച്ചറിൽ നിന്ന് പഠിക്കുക, നേരിട്ട് പഠിക്കുക, എന്നിട്ട് വീട്ടിൽ വന്ന് പരിശീലിക്കുക. അപ്പോൾ എങ്കിൽ നമ്മൾക്ക് തീർച്ചയായും 1-2 വർഷം പരിശീലിക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം ചില സിനിമാ ഗാനങ്ങളെല്ലാം പാടാനുള്ള ഒരു കോൺഫിഡൻസ് വരും. അപ്പോൾ ഒരു പരിശീലനമാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. അതുപോലെ ഒരു ഡാൻസ് ചെയ്യണമെങ്കിൽ ഏതെങ്കിലും ഒരു നൃത്ത അധ്യാപകൻ്റെ അടുത്ത് പോയിട്ട് പഠിക്കുക. കുറച്ച് 1-2 വർഷം പഠിക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം ഡാൻസ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ്, ഒരു ആത്മധൈര്യം വരും. സ്വന്തമായിട്ടുള്ള പരിശീലനം കൂടി വളരെ അത്യാവശ്യമാണ്. സ്വന്തമായിട്ടുള്ള ആ പരിശ്രമം, ആ ഒരു പഠനം, അതും വളരെ അത്യാവശ്യമാണ്. ടീച്ചർ പഠിപ്പിക്കുന്നുണ്ടെങ്കിലും നമ്മളുടെ ഭാഗത്തു നിന്നുള്ള ആ ഒരു പരിശീലനമാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെയാണ് ഓരോ ആളുകളും ഓരോരോ കാര്യങ്ങൾ നേടിയെടുക്കുന്നത്. അതിൻ്റെ പിന്നിൽ ഒത്തിരി പരിശ്രമങ്ങളുണ്ട്, എഫേർട്ടുകളുണ്ട്. അതിന് ശേഷമാണ് ഓരോരോ ആളുകളും അവരുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നത്. ആ ലക്ഷ്യത്തിൻ്റെ പിന്നിൽ ഒത്തിരി പരിശ്രമങ്ങളുണ്ട്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ കഴിയുള്ളൂ. മനസ്സിൽ ആഗ്രഹങ്ങൾ ഉള്ളതുപോലെ അതിനുവേണ്ടി ശരിയായ രീതിയിൽ നമ്മൾ പരിശീലിക്കുകയാണെങ്കിൽ തീർച്ചയായും എല്ലാവർക്കും അവരുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ കഴിയുമെന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം, എൻ്റെ അനുഭവം. കാരണം എനിക്ക് പാട്ട് പാടണമെന്നുള്ള ആഗ്രഹം വളരെ ചെറുപ്പം മുതലേ ഉണ്ടായ ആഗ്രഹമാണ്. പക്ഷേ ആ ഒരു ആഗ്രഹം മനസ്സിൽ വെച്ചതുകൊണ്ട് നമുക്ക് പാട്ട് പാടാൻ ഒരിക്കലും കഴിഞ്ഞിട്ടില്ല എനിക്ക്. പക്ഷേ ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു മ്യൂസിക് ക്ലാസ്സിൽ ചേർന്ന് ഈ അടുത്ത സമയത്ത് അവിടെ പോയിട്ട് പഠിച്ചത് കൊണ്ടാണ്, ആ ബേസിക് അവിടെ നിന്ന് ടീച്ചറിൽ നിന്ന് പഠിച്ചത് കൊണ്ടാണ് ഇപ്പോൾ ഒരു 2 വരിയെങ്കിലും പാടുവാനുള്ള ആ ഒരു ധൈര്യം, ആ ഒരു ആത്മവിശ്വാസം എനിക്കുണ്ടായത്. അതുപോലെ തന്നെയാണ് എൻ്റെ ഇംഗ്ലീഷ് പഠനവും. ഒരു 5 വർഷം മുമ്പ് ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് ടീച്ചറിൽ നിന്ന് ശരിയായ രീതിയിലുള്ള ആ ഉപദേശവും ശരിയായ രീതിയിൽ അദ്ദേഹം എന്നെ പഠിപ്പിച്ചത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കുവാനും പഠിപ്പിക്കുവാനും പുസ്തകങ്ങൾ വായിക്കുവാനും ഇംഗ്ലീഷ് പത്രം വായിക്കുവാനുള്ള ഒരു ലെവലെത്തിയത്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഏതൊരു കാര്യം നമ്മുടെ മനസ്സിൽ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾക്ക് നേടിയെടുക്കണമെങ്കിൽ അതിൻ്റെ ശരിയായ രീതിയിലുള്ള പഠനം കൊണ്ട് മാത്രമേ നമുക്കത് നേടിയെടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അതിനു വേണ്ടി എല്ലാവരും ശ്രമിക്കുക. ഈ ലോകം വളരെ വിശാലമാണ്. വളരെ വിശാലമായ മനസ്സുള്ള ആളുകളാണ് ഒത്തിരി ആളുകൾ. അതിനുള്ള തെളിവാണ് ഒരു 100 പേരെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവർക്കെല്ലാം എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിച്ചു കൊള്ളുന്നു. അപ്പോൾ എല്ലാവരും വിജയിക്കട്ടെ, എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി, നമസ്കാരം. ഞാൻ ഇപ്പം നിർത്തുന്നു.